കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി. അപ്പീൽ നൽകാനുള്ള സാവകാശം വേണമെന്ന ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഉത്തരവ് 30 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. ഇക്കാലയളവിൽ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെങ്കിലും എംഎൽഎയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുതെന്നും കോടതി വ്യക്തമാക്കി. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം.എ. റസാഖ് മാസ്റ്ററെ വ്യക്തിഹത്യ ചെയ്തു എന്നാരോപിച്ച് വോട്ടറായ കെ.പി. മുഹമ്മദ് കുഞ്ഞി എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അബ്ദുൾ റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കിയത്. റസാഖ് മാസ്റ്ററെ വ്യക്തിപരമായി ആക്ഷേപിച്ചുവെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള സാക്ഷിമൊഴികളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതി തീർപ്പാക്കിയ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഡോക്യുമെന്ററി തയ്യാറാക്കി പ്രചരിപ്പിച്ചു. ഡോക്യുമെന്ററിയുടെ ചിലവ് സ്ഥാനാർത്ഥി മറച്ചുവെച്ചുവെന്നും കോടതി കണ്ടെത്തി. എന്നാൽ താൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്ന് കാരാട്ട് എംഎൽഎ പ്രതികരിച്ചു. കോടതി വിധിച്ച പോലെ ഒരു പരാമർശവും എന്റെ ഭാഗത്തുനിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിട്ടില്ല. കോടതിക്ക് എങ്ങനെയാണിത് ബോധ്യപ്പെട്ടത് എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ഒരു സ്ഥാനാർത്ഥിയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല, ആരെയും തേജോപദ്രം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോടതി ശരിവെച്ചുവെന്നും വ്യക്തിഹത്യയാണ് നടന്നതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ വാദം. ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ്. അതായത് മറ്റേ ഒരു മുഹമ്മദിന്റെ പേരിൽ അലോട്ട് ചെയ്ത ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു. പിന്നെ നാട്ടിൽ മുഴുവൻ അതായത് ഡെവലപ്മെൻറ്റ്സിനെതിരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഒരു വണ്ടിയിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ അദ്ദേഹം അത് അവിടെ കൊണ്ടു നടന്നു എല്ലാം അതായത് ഒരു പ്ലാസ്മ ടി.വിയിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ അത് ഇലക്ഷനെ ബാധിച്ചു എന്നുള്ള തർക്കമാണ് എടുത്തത്. അത് ശരിയാണെന്ന് കോടതി കണ്ടു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കുന്നതിനായി സ്റ്റേ അനുവദിക്കണമെന്ന എംഎൽഎയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. 30 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ച കോടതി എംഎൽഎ എന്ന രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുതെന്നും നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാമെന്നും വ്യക്തമാക്കി. മീഡിയ 1 കൊച്ചി.